ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രോപ്പർട്ടീസ് ഓഫ് എൻട്രോപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലൊരു ഡെഫിനിഷൻ ഉണ്ട്. എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ എഫ് ഈസ് എ കോൺകേവ് ഫങ്ഷൻ ഓൺ ആൻ ഇൻ്റർവൽ ഐ ഈഫ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ all divided by 2 for all x comma y belongs to I, and f is strictly concave function on the interval I if f of x plus y by 2 greater than f of x plus f of y all divided by 2 for all x comma y belongs to I and x not equal to y. ഓക്കെ, അതായത് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് കോൺകേവ് ഫംഗ്ഷൻ എന്താണെന്നും കോൺവെക്സ് ഫംഗ്ഷൻ എന്താണെന്നും നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി, ആ ഫംഗ്ഷൻ എന്താണെന്ന് കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ബൈ 2 എന്നുള്ളതാണ്. അത് സ്ട്രിക്ട്ലി ആവണമെങ്കിൽ ആ ഇനീക്വാലിറ്റി നമ്മളൊന്നും ഇനീക്വാലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അതിൽ തന്നെ നമ്മളൊരു വേറെ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ കോൺവെക്സ് ഫംഗ്ഷൻ എന്താണെന്ന് കോൺകേവ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം കോൺകേവ് ഫംഗ്ഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുക ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡൊമൈന്. ഓക്കെ, ഒന്നുകൂടി നോട്ട് ചെയ്യാതെ, അതായത് ഒരു നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം ഒരു ഫംഗ്ഷൻ കോൺകേവ് ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താവണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ഓക്കെ, നിങ്ങൾക്ക് ടെസ്റ്റിൽ ഈ ഒരു പ്രോപ്പർട്ടിയാണുള്ളത്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ബൈ 2. നെക്സ്റ്റ് ഒരു ജെൻസൺ ഇനീക്വാലിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുക, സപ്പോസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് സ്ട്രിക്ട്ലി കോൺകേവ് ഫംഗ്ഷൻ ഓൺ ദി ഇൻ്റർവൽ ഐ ആൻഡ് സപ്പോസ് ദാറ്റ് സിഗ്മ ഐ ഫ്രം 1 to n എ ഐ ഈക്വൽ ടു 1 ആൻഡ് എ ഐ ഗ്രേറ്റർ ദാൻ 0 ഐ വാരീസ് ഫ്രം 1 to n, then സിഗ്മ ഐ ഫ്രം 1 to n എ ഐ എഫ് ഓഫ് എക്സ് ഐ less than or equal to f of sigma I from 1 to n a I xi for all xi belongs to I and I varies from 1 to n. Further, the inequality occur if and only if x1 equal to x2 equal to etc equal to xn. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്കില്ല. അതായത് ഈ ഇനീക്വാലിറ്റി എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് സ്ട്രിക്ട്ലി കോൺകേവ് ഫംഗ്ഷൻ ആവണം. സ്ട്രിക്ട്ലി കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ഓൾ ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, സ്ട്രിക്ട്ലി കോൺവെക്സ് ഫംഗ്ഷൻ ആവണം. അതുപോലെ തന്നെ സിഗ്മ ഐ ഫ്രം 1 to n എ ഐകളുടെ എ ഐ എന്താവണം, 1 ആവണം. അതുപോലെ ഓരോ എ ഐകളും ഗ്രേറ്റർ ദാൻ 0 ആവണം. അതായത് അതിൻ്റെ മീനിങ് A1 ഗ്രേറ്റർ ദാൻ 0 ആണ്, A2 ഗ്രേറ്റർ ദാൻ 0 ആണ്, A3 ഗ്രേറ്റർ ദാൻ 0 ആണ്, എക്സെട്ര AN ഗ്രേറ്റർ ദാൻ 0 ആണ്. അതേപോലെ തന്നെ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ഈക്വൽ ടു അതിൻ്റെ ആൻസർ എത്രയാണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ജെൻസൺ ഈക്വാലിറ്റി പറഞ്ഞത് സിഗ്മ ഐ ഫ്രം 1 to n എ ഐ എഫ് ഓഫ് എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ഐ, എഫിന് എന്ത് ചെയ്യുക, പുറത്തെടുക്കുക, സിഗ്മ ഐ ഫ്രം 1 to n എ ഐ എക്സ് ഐ. ഓക്കെ, അതായത് ഇനീക്വാലിറ്റി എപ്പോഴാണ് ഒക്കർ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീക്വാലിറ്റി എപ്പോഴാണ് ഒക്കർ ചെയ്യുക, x1ഉം x2ഉം എക്സെട്ര xn എന്താകുമ്പോൾ ഈക്വൽ ആകുമ്പോൾ ഈ ഇനീക്വാലിറ്റി എന്ത് ചെയ്യും, ഒക്കർ ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു റിമാർക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ കോൺവെക്സ് ഫംഗ്ഷൻ എന്താണ്, ലോഗ് എക്സ് ഫംഗ്ഷൻ എന്താണ്, സ്ട്രിക്ട്ലി കോൺവെക്സ് ഫംഗ്ഷൻ എന്നുള്ളതാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഈ പ്രൂഫ് അല്ലെങ്കിൽ കൂടി നമ്മളെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്, 1/x ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താ, -1/x². ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 0 ആണ് അല്ലേ. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് -1/x² വരും, അതെന്താ, ലെസ് ദാൻ 0 ആണ്.
അപ്പോൾ നമ്മൾ ജൻസൺ ഇനീക്വാലിറ്റി ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ഒരു തിയറം പറഞ്ഞു നോക്കുക. സപ്പോസ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ഹാവിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ takes the value p1, p2, etc. pn where pi greater than 0, I varies from 1 to n, then h of x less than or equal to log n, the inequality hold if and only if pi equal to 1 by n, I varies from 1 to n. അതായത് എക്സ് എന്നുള്ള ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്. ആ റാൻഡം വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ എക്സ് ഐകൾ ഇപ്പോൾ എൻ എലമെൻ്റ് ഉണ്ട്. സപ്പോസ് നമ്മൾ x1, x2 എക്സെട്ര എക്സ് എൻ എന്നുള്ള എലമെൻ്റ് ഉണ്ട് എക്സിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓരോ എക്സ് ഐകളുടെയും പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് x1 p1 ആണ്, അതുപോലെ പ്രോബിലിറ്റി ഓഫ് x2 ആരാണ് p2 ആണ്, അതുപോലെ പ്രോബിലിറ്റി ഓഫ് x3 ആണ് p3 ആണ് എക്സെട്ര. അതുപോലെ പ്രോബിലിറ്റി ഓഫ് xn എന്ന് പറഞ്ഞ ആളാരാണ് pn ആണ്. ഈ p1ഉം p2ൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ p1ഉം p2നും ഒക്കെ എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ h ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആൾ എൻട്രോപ്പി എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് n ആണ്. ഓക്കെ, ഇനി ഇതെപ്പോഴാണ് ഇനീക്വൽ, അതായത് h ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് n എപ്പോഴാകുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ h ഓഫ് എക്സ് ലെസ് ദാൻ h ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് n, ഈ ഇനീക്വാലിറ്റി എപ്പോഴാണ് ഹോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ പ്രോബിലിറ്റിയും അതായത് 1/n ആവണം. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് ആ ഇനീക്വാലിറ്റി ഉള്ളത്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ നോക്കുക. ഇവിടെ h ഓഫ് എക്സ്, നമ്മൾ h ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താ? h ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഐ ഇൻറ്റു ലോഗ് ഓഫ് ബേസ് 2 പ്രോബബിലിറ്റി ഓഫ് എക്സ് ഐ മൈനസ്. ഓക്കെ, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം h ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആളാരാണ്? നമ്മൾ പഴയ ഡെഫിനിഷൻ സിഗ്മ എക്സ് ബിലോങ്സ് ടു എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഐ ലോഗ് ബേസ് 2 പ്രോബബിലിറ്റി ഓഫ് എക്സ് ഐ ആണ്. നമുക്കറിയാം ഇവിടെ തന്ന കണ്ടീഷൻ എന്താ? ഓരോ പ്രോബബിലിറ്റിയും, അതായത് എക്സിലെ ഓരോ പ്രോബബിലിറ്റി ആരാണ്? എക്സ് പി ഐ ആണ്. അപ്പോൾ നമ്മളുടെ ആ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ ഐ ഫ്രം 1 to n പി ഐ ലോഗ് പി ഐ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൈനസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൈനസിന് ഉള്ളിൽ കൊടുക്കുമ്പോൾ നമുക്കറിയാം ലോഗിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ സിഗ്മ ഐ ഫ്രം 1 to n പി ഐ ഇൻറ്റു ലോഗ് 1/pi എന്ന് എഴുതാം. പ്രശ്നമില്ല, 1/pi എന്ന് എഴുതാം. പിന്നെ നമുക്കറിയാം ലോഗ് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു ലോഗ് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? കോൺവെക്സ് ഫംഗ്ഷനാണ്, അല്ല കോൺകേവ് ഫംഗ്ഷനാണ് അല്ലേ? കോൺകേവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതുപോലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ജെൻസൺ ഇനീക്വാലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോഗിനെ നമുക്ക് പുറത്തെടുക്കാം. ലോഗിനെ പുറത്തെടുത്തിട്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഇവിടെ പ്രോബബിലിറ്റീൻ്റെ സമ്മ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഓരോ എക്സിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത് 1നേക്കാൾ എന്ത് ചെയ്യില്ല, കൂടില്ല. അതായത് പ്രോബബിലിറ്റി ഇവിടെ തന്ന കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് ഐ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് ഒരു എക്സ് എന്നുള്ള സെറ്റിൽ പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ പ്രോബബിലിറ്റി എന്ത് ചെയ്യില്ല, 1നേക്കാളും കൂടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജെൻസൺ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിനെ നമുക്ക് പുറത്തെടുക്കാം. ലോഗിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു log 2 ഓഫ് സിഗ്മ ഐ ഫ്രം 1 to n പി ഐ ഇൻറ്റു 1/pi എന്ന് എഴുതാം. അതിൻ്റെ ആൻസർ എന്ത് വരും? സിഗ്മ ഐ ഫ്രം 1 to n pi/pi കട്ട് ചെയ്താൽ എന്ത് വരും? 1 വരും. ആ ഈ 1 എത്ര പ്രാവശ്യം കൂട്ടുണ്ട്? n പ്രാവശ്യമുണ്ട്. അതായത് സിഗ്മ n ഫ്രം 1 to n ആണ്. അപ്പോൾ n പ്രാവശ്യം 1 കൂട്ടുമ്പോൾ 1 + 1 + എക്സെട്ര 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ n വരും. ദാറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആര് വരും? 1/log n വരും. നമ്മൾ ഇത് ഓൾറെഡി നമ്മളിതിൻ്റെ മുന്നേ h ഓഫ് എക്സ് ഈക്വൽ ടു log n വരും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക.